ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ചാനൽ ഫ്രീ ആയി ബ്രാൻഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എന്താണ് ബ്രാൻഡിങ്? നിങ്ങളുടെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ലോഗോ, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയോ മറ്റെന്ത് ഇമേജോ ആയിക്കോട്ടെ, അത് ആഡ് ചെയ്തൊരു കസ്റ്റമൈസ്ഡ് സബ്സ്ക്രൈബ് ബട്ടൺ ആക്കി മാറ്റുന്നതാണ് ബ്രാൻഡിങ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ടെക് ട്രാവലീറ്റാണ്. അവരുടെ വീഡിയോയുടെ കോർണറിൽ ഒരു ലോഗോ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്താൽ അവരുടെ ചാനൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇതിനാണ് ബ്രാൻഡിങ് അഥവാ കസ്റ്റമൈസ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് ഒരു എലിജിബിലിറ്റിയുടെയും ആവശ്യമില്ല. ഈ കസ്റ്റമൈസ് സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെ നിങ്ങളുടെ ചാനലിൽ ആഡ് ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ YT സ്റ്റുഡിയോയിലേക്ക് പോവുക. ഓക്കെ, YT സ്റ്റുഡിയോയിലേക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ കാണാൻ കഴിയും. അതിന് തൊട്ട് താഴെയായി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറലിൻ്റെ തൊട്ട് താഴെയായി ചാനൽ എന്ന് കാണാൻ കഴിയും. അവിടെ അഡ്വാൻസ് സെറ്റിങ്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ബ്രാൻഡിങ് എന്ന് കാണാൻ കഴിയും. ഈ ബ്രാൻഡിങ് ഇമേജിന് ചില നിബന്ധനകളുണ്ട്. എന്തെന്ന് വെച്ചാൽ PNG ഓർ GIF ഫോർമാറ്റിൽ ആയിരിക്കണം ആ ഇമേജ്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150x150px ആയിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 MB താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ 1 MB ആയിരിക്കണം. ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമായി വരും. അതിനാ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ക്രിയേറ്റ് എ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ കസ്റ്റം ഡയമെൻഷൻസ് എന്ന് കാണാൻ കഴിയും. അവിടെ 150 ഹൈറ്റും 150. അവിടെ പിന്നെ നിങ്ങൾക്ക് സൈഡിലായ സൈസ് സെലക്ട് ചെയ്യാൻ കഴിയും. PX, ഇഞ്ച്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ. നമുക്ക് വേണ്ടി സൈസ് എന്ന് പറയുന്നത് PX ആണ്. അപ്പോൾ ക്രിയേറ്റ് ഡിസൈൻ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ അല്ലെങ്കിൽ ഏത് ഇമേജാണോ ആഡ് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് ആ ഡയമെൻഷനിൽ ആക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡയമെൻഷൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ഇമേജ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ടൈം, അതായത് എപ്പോൾ ഈ ബ്രാൻഡിങ് ഡിസ്പ്ലേ ചെയ്യണമെന്ന്, വീഡിയോയുടെ അവസാനം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കസ്റ്റം സ്റ്റാർട്ട് ടൈം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റാർട്ട് ടൈം കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു വീഡിയോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ ഈ ബ്രാൻഡിങ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ചാനലിൻ്റെ ലോഗോയും സബ്സ്ക്രൈബ് ബട്ടണും എൻ്റെ വീഡിയോയുടെ കോർണറിൽ ആഡ് ആയിട്ടുണ്ട്. ഇതിന് ഒരു എലിജിബിലിറ്റിയുടെയും ആവശ്യമില്ല. നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ വേണം എന്ന് മാത്രം. അപ്പോൾ കണ്ടില്ലേ, കോർണറിൽ ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് ഇമേജാണോ, ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ അത് ബ്രാൻഡിങ് ലോഗോ ആയി കോർണറിൽ വന്ന് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്വന്തം ചാനലായതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരെ ബൈ.